കാസർഗോഡ് DCC പ്രസിഡന്റ് ഹക്കീം കുന്നിലിനെതിരെ ഒരു വിഭാഗം KPCCക്ക് പരാതി നൽകി. ഹക്കീം കുന്നിലിന്റെ പ്രവർത്തനം പാർട്ടിക്ക് ഗുണകരമാകുന്നില്ല എന്നാണ് പരാതി. കാസർഗോഡ് മണ്ഡലത്തിൽ സുബൈറയ്ക്ക് സീറ്റ് നിഷേധിച്ചതിൽ DCCയിലെ ഒരു വിഭാഗത്തിന് പ്രതിഷേധമുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഷെബീർ ഒമർ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ഷെബീർ, ഇന്നലെ രാജ്മോഹൻ ഉണ്ണിത്താനെ കാസർഗോഡ് സീറ്റ് നൽകിയതിനെ തുടർന്നുണ്ടായ DCCയിലെ പ്രശ്നങ്ങൾ പുതിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സൈഫുന്നിസ ഇന്നലെ സുബൈറയുടെ സീറ്റ് നിശ്ചയിച്ച് രാജ്മോഹൻ ഉണ്ണിത്താനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം രാജ്യഭീഷണി അടക്കമുള്ളതാണ് DCC അംഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നത്. സുബൈറയുടെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ വലിയ പ്രതിഷേധമാണ് ഇന്നലെ രാത്രി തന്നെ ഉയർന്നിരുന്നത്. ഇന്ന് ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത് KPCC അംഗങ്ങളടക്കമുള്ള 20ഓളം പേർ DCC അംഗങ്ങളടക്കമുള്ള 20ഓളം പേർ KPCCക്ക് പരാതി നൽകിയിരിക്കുന്നു. DCC അധ്യക്ഷൻ ഹക്കീം കുന്നിലിന്റെ പ്രവർത്തനം പാർട്ടിക്ക് ഗുണകരമാകില്ല എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഈ പരാതി നൽകിയവർ നമ്മോട് സൂചിപ്പിച്ചത്. ഔദ്യോഗികമായി പ്രതികരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. എന്നാൽ ഈ സുബൈറയുടെ സീറ്റ് നിഷേധിക്കുന്നതിൽ DCC അധ്യക്ഷൻ ഇടപെട്ടു എന്ന നിഗമനത്തിൽ നിന്നാണ് ഈ പരാതി എന്നാണ് മനസ്സിലാക്കുന്നത്. അത് നമ്മളോട് പങ്കുവെക്കാനോ പ്രതികരിക്കാനോ ഈ പരാതി നൽകിയവർ തയ്യാറായിട്ടില്ല. ഹക്കീം കുന്നിലിന്റെ പ്രവർത്തനം പാർട്ടിക്ക് ഗുണകരമാകില്ല എന്ന് മാത്രമാണ് പരാതിയിലുള്ളതെന്ന് മാത്രമാണ് അവർ നമ്മളോട് പറഞ്ഞത്. എന്തായാലും സുബൈറയുടെ സീറ്റ് നിഷേധിച്ചതും ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രതിഷേധവും വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. എന്തായാലും കന്നഡ ബെൽറ്റിലുള്ള വോട്ടുകൾ ഏകീകരിക്കുന്നതിൽ കോൺഗ്രസിന് വീഴ്ച സംഭവിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. കാരണം സുബൈറയ്ക്ക് കന്നഡ ബെൽറ്റിൽ 40,000-ഓളം വോട്ടുകൾ, കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗങ്ങളിൽ 40,000-ഓളം വോട്ടുകൾ ഭൂരിപക്ഷം ലഭിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. BJPയിൽ നിന്ന് പോലും വോട്ടുകൾ ലഭിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ വോട്ടുകൾ ഏകീകരിക്കുന്നതിൽ കോൺഗ്രസിന് വീഴ്ച പറ്റുമെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, ഇപ്പോൾ ഒരു വിഭാഗം എതിർപ്പ്, ജില്ലയിൽ നിന്നുള്ള നേതാവല്ല എന്നുള്ള എതിർപ്പ് കൂടി കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തകർക്കും DCC അംഗങ്ങൾക്കുമുണ്ട്. ആ നിലയ്ക്കും വോട്ട് ചോരാൻ സാധ്യതയുണ്ട്. ഇവരെ അന്വേഷിക്കാനുള്ള വലിയ ശ്രമം തന്നെ നടത്തേണ്ടി വരും. അന്വേഷണങ്ങൾ ഉണ്ടായാൽ പോലും എത്രത്തോളം അത് വോട്ടാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് കോൺഗ്രസിന് മുന്നിലെ പ്രധാന വെല്ലുവിളി. സൈഫുന്നിസ. ഷെബീർ ഒമറാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്.